السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب هب لي حكما وألحقني بالصالحين. وما توفيقي إلا بالله وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ومصطفانا محمد صلى الله عليه وسلم: الإيمان بضع وسبعون أو بضع وستون شعبة فأفضلها قول لا إله إلا الله وأدناها إماتة العدى عن الطريق والحياء شعبة من الإيمان. صدق رسوله النبي المصطفى الأمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചതായ മുഴുവൻ ദോഷങ്ങളും അർഹമുർ റഹീമായ നാഥൻ പുറത്തു മാപ്പ് നൽകി ശിഷ്ടജീവിതം അവൻ്റെ ത്വാഅത്തിനായിട്ടുള്ള, അവൻ്റെ റിളയിലായിട്ടുള്ള, അവൻ്റെ വജ്ഹിലായിട്ടുള്ള ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സിനായി ജീവിച്ച് അവസാനം സ്വാലിഹീങ്ങളെ പോലെ, മുത്തഖീങ്ങളെ പോലെ, മുഖ്ലിസീങ്ങളെ പോലെ ഏറ്റവും മനോഹരമായ നിലയിൽ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലവിധമായ രോഗങ്ങൾ ശിഫയാകാൻ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങളുടെയും രോഗങ്ങൾക്ക് കാമിലായ ആജിലായ ശിഫാ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയുമായി ബന്ധപ്പെട്ട് സദഖകൾ ഹദിയകൾ നൽകുന്ന, പള്ളിയുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങളിൽ കഴിയുന്ന നമ്മുടെ മഹല്ലിന്റെ നിവാസികളുണ്ട്, പരിപാലന സമിതി അംഗങ്ങളുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഉന്നതമായ പ്രതിഫലവും അവരെയും നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ പരേതരെയും പരിശുദ്ധമായ പരിപാവനമായ സ്വർഗീയ അനുരാഗത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അനുയായികളായിട്ടാണ് നാം ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചകന്മാരിലൂടെ ഈ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രഥമവും പ്രധാനവും പ്രമാദവുമായ പ്രബോധന പാന്താവിലേക്ക് ഈ ലോകത്താകമാനം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, അതേ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ലോകത്താകമാനം പ്രബോധനത്തിന്റെ വഴിയിലൂടെ അതിനെ പ്രകാശപൂരിതമാക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ നാം നിലകൊള്ളുന്ന അവസാനത്തെ പ്രവാചകനായ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രവാചകന്മാരും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പ്രബോധനത്തിന്റെ ആ വഴിയിലായി ഏറ്റവും മുൻകരുതലോടുകൂടി ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും തന്റെ മുന്നിലേക്ക്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സമുദായത്തിലേക്കാണോ ഓരോ പ്രവാചകന്മാരിൽ നിയോഗിച്ചത്, ആ പ്രവാചകന്മാർക്കെല്ലാം ഏറ്റവും വലിയ കൈമുതലായി, ഏറ്റവും വലിയൊരു ആയുധമായി അവർക്ക് നൽകിയത്, അതുപോലെ തന്നെ തന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന മുഴുവൻ സമുദായങ്ങൾക്കും സമൂഹങ്ങൾക്കും പഠിപ്പിച്ചു കൊടുക്കുവാൻ അള്ളാഹു നൽകിയത്, അതുപോലെ തന്നെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഏറ്റവും പൂർണ്ണമായ നിലയിൽ ക്രമപ്പെടുത്തിയത് അതേ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഈമാനികമായ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഇത് പറയുമ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു ക്രമപ്പെടുത്തിയിരിക്കുന്നത്, ക്രമീകരിച്ചിരിക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ്. നാം നമ്മുടെ ബാല്യകാലഘട്ടത്തിൽ മദ്രസ വിദ്യാഭ്യാസത്തിൽ ആദ്യമായി പരിചയപ്പെടുത്തിയതും ജീവിതത്തിന്റെ അവസാനം നമ്മുടെ ജീവിതത്തിന്റെ പാന്താവിൽ പ്രാവർത്തികമായി സജ്ജമാക്കേണ്ടവും പരമപ്രധാനമായ കാര്യങ്ങളായ രണ്ട് കാര്യങ്ങളാണ്. അതേ, ഒന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളായ ഇസ്ലാമിന്റെ കാര്യങ്ങൾ, രണ്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസപരമായ ഈമാനിന്റെ 6 കാര്യങ്ങൾ. ഈ രണ്ടും തമ്മിൽ, ഈ രണ്ട് കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു ക്രമപ്പെടുത്തിയതും ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും ഏറ്റവും കൂടുതൽ ദർശനത്തിലൂടെ കടന്നുപോയതും ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ്. അള്ളാഹു അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളായ 5 കാര്യങ്ങൾ, അതുപോലെ തന്നെ വിശ്വാസപരമായിട്ടുള്ള 6 കാര്യങ്ങൾ, 11 കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഈ കാര്യങ്ങൾ. ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും തമ്മിൽ നല്ല അന്തരങ്ങളുണ്ട്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരേണ്ട 5 കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ 5 വഖ്ത് നിസ്കാരം ഇസ്ലാമിന്റെ 5 കാര്യങ്ങളിൽ പെട്ടതാണ്. ഹജ്ജ് ചെയ്യൽ ഇസ്ലാമിന്റെ ഇസ്ലാമികമായ 5 കാര്യങ്ങളിൽ പെട്ടതാണ്. വിശുദ്ധമായ റമദാൻ ആകുമ്പോൾ 30 ദിവസത്തെയും വ്രതാനുഷ്ഠാനത്തിലൂടെ ശരീരമാസകലം അവൻ സംശുദ്ധത വരുത്തൽ, അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നോട്ടത്തിലും സ്പർശനത്തിലും അടക്കത്തിലും അനക്കത്തിലും ചിന്തയിലുമെല്ലാം പൂർണ്ണമായി വ്യതിരക്തതയോടുകൂടി പെരുമാറി, ഞാൻ നോക്കുന്ന നോട്ടം, എന്റെ കേൾവി, എന്റെ ചിന്ത, എന്റെ അടക്കം ഇതെല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ എന്ന് സസൂക്ഷ്മ ചിന്തയോടുകൂടി ജീവിക്കേണ്ട വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ 1 മാസത്തെ നോമ്പനുഷ്ഠാനം, അങ്ങനെ തുടങ്ങുന്ന 5 കാര്യങ്ങളെല്ലാം അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവസാനിച്ചു. ഇപ്പോൾ ഈ ജുമുഅ നിസ്കാരം ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. ജുമുഅയുടെ ഖുത്ബയും അതുപോലെ തന്നെ 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ ഫർദ് നമ്മിൽ നിന്ന് അവസാനിച്ചു. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നീട് അസറിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ അസറിന്റെ 4 റക്അത്ത് നിസ്കരിച്ചു, ആ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ഈ കർമ്മങ്ങൾ വിശുദ്ധമായ കഅബയിൽ പോയി നമ്മുടെ മഹലിൽ നിന്നുൾപ്പെടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ഹാജിമാരുണ്ട്. ആ 1 മാസം ഹജ്ജിന്റെ ജീവിതത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ ആ ഹജ്ജിന്റെ കർമ്മം അവരിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിന്റെ പ്രവർത്തനത്തിലൂടെ അവർ കടന്നു പോകേണ്ട, പിന്നെ ആ ദർശനത്തിലൂടെയാണ് അവർ കടന്നു പോകേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഈ പറയപ്പെട്ട 5 കാര്യങ്ങൾ അവർ പ്രവർത്തിക്കുന്ന ആ സമയത്ത് മാത്രം അവർ ചിന്തിച്ചാൽ മതി. ഇതെല്ലാം പ്രവർത്തന തലത്തിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ മാത്രമാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ അഥവാ പഞ്ചസ്തംഭങ്ങൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ രണ്ടാമത്തെ വിഭാഗമായ
ഈമാനികമായ വിശ്വാസപരമായ കാര്യങ്ങൾ ഇത് ഇസ്ലാം കാര്യങ്ങളെ പോലെ നിസ്സാരമായ കാര്യമല്ല. നമ്മളെ കൊണ്ട് പൂർത്തിയാക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഈമാൻ കാര്യത്തിലെ 6 കാര്യങ്ങൾ. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ഈമാൻ കാര്യങ്ങൾ 6 എണ്ണമാണ്. 6 എണ്ണമല്ലേ? 6 എണ്ണാണോ? 6 എണ്ണം. ഈ 6 കാര്യങ്ങളിൽ ഒന്നാമത് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക. അത് നമുക്ക് കൊണ്ട് പോസിബിൾ ആയ കാര്യമാണ്. നമ്മുടെ നാഥൻ അള്ളാഹു ആണെന്ന് നാം സാക്ഷ്യപ്പെടുത്തി വിശ്വസിച്ച് അതിലൂടെ ജീവിക്കുന്നവരാണ്. 2, അള്ളാഹുവിന്റെ മലായിക്കത്തുകളെ കൊണ്ട് വിശ്വസിക്കുക. അതും നമുക്ക് പോസിബിൾ ആയ കാര്യമാണ്. 3, അവന്റെ ഗ്രന്ഥം വിശുദ്ധമായ ഖുർആൻ അത് അള്ളാഹുവിന്റെ കലാമാണെന്ന് നാം വിശ്വസിക്കുക. 4, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുക. അതും നമ്മൾ അംഗീകരിക്കുന്നതാണ്. 5, ഖിയാമത്ത് നാളിനെ കൊണ്ട് വിശ്വസിക്കുക. അതും നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമാണ്. ഈ 5 കാര്യങ്ങൾ. ഇനി വരുന്ന ഏറ്റവും അവസാനത്തെ കാര്യം ശർറും ഖൈറും, നല്ലതും നന്മയും തിന്മയും അത് അല്ലാഹുവിൽ നിന്നാണ് വരുന്നതെന്ന് വിശ്വസിക്കൽ. ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തെ കാര്യമായി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് നമ്മളെ കൊണ്ട് അംഗീകരിക്കാൻ വല്ലാത്ത പ്രയാസമുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതം നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി. ഒരു ബുദ്ധിമുട്ടോ ഒരു സങ്കടമോ ഒരു ദുരിതമോ ഒരു പ്രശ്നമോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അള്ളാഹുവിൽ നിന്നാണ് വരുന്നതെന്ന് ചിന്തിക്കുന്ന എത്ര ആളുകളുണ്ടാകും? 5 കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ ഈമാൻ പൂർണ്ണാവില്ല. ഈ പറയപ്പെട്ട 5 കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങളിൽ 6 കാര്യങ്ങളിൽ 5 കാര്യങ്ങൾ നമ്മെ കൊണ്ട് അംഗീകരിക്കലും അത് ഉൾക്കൊള്ളാനും നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം പ്രത്യേകിച്ച് ചെലവും കാര്യങ്ങളൊന്നുമില്ല, അല്ലേ? പ്രത്യേകിച്ച് ചെലവും കാര്യങ്ങൾ അംഗീകരിക്കാം. പക്ഷെ 6ാമത്തെ കാര്യം നമ്മളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിസന്ധി കടന്നു വന്നാൽ ആദ്യം തന്നെ എന്റെ ഈമാനിന്റെ കാര്യങ്ങളിൽ അള്ളാഹു പഠിപ്പിച്ചതായ, എന്റെ ഹബീബ് പഠിപ്പിച്ചതായ 6 കാര്യങ്ങളിൽ 6ാമത്തെ കാര്യം ഖൈറും ശർറും. എനിക്ക് രോഗം തരുന്നത് അള്ളയാണ്, എനിക്ക് സന്തോഷം തരുന്നത് അള്ളയാണ്, എനിക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷവും സമാധാനവും ആശ്വാസവും നിശ്വാസവും നൽകുന്നത് പടച്ചവനാണെന്ന് ഒന്ന് ചിന്തിക്കാൻ നമുക്ക് പ്രയാസമുള്ള കാര്യമാണ്. അതിന് ചെമ്പ് ചെലവാക്കേണ്ടി വരും. ഒരു രോഗം വന്നാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള കാശ് നമ്മൾ ചെലവാക്കേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഇതൊക്കെ തന്നെയായാലും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. 6 കാര്യങ്ങൾ നാം എണ്ണി പറയുമ്പോൾ അതിലൂടെ മാത്രം വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ 2 കാര്യങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമപ്പെടുത്തുമ്പോൾ ആ ഇസ്ലാമിന്റെ 5 കാര്യങ്ങളും ഈമാനികമായ വിശ്വാസപരമായ 6 കാര്യങ്ങളിലും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ക്രമപ്പെടുത്തലുകൾ അവസാനിക്കുന്നില്ല. വിശ്വാസപരമായ കാര്യങ്ങൾ പൂർണ്ണമാകണമെങ്കിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അൽ ഈമാനു ബിദ്ഉൻ വ സബ്ഊന ശുഅബാ. ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് 70 ശാഖകളുണ്ട്. 70 ശാഖകളുണ്ട്. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ 70 ശാഖകളിൽ ഏറ്റവും ഉന്നതമായ, ഏറ്റവും മഹിതമായ, ഏറ്റവും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കാര്യമേതാ? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേ അല്ലാഹു അല്ലാതെ, പടച്ച റബ്ബല്ലാതെ, സംഹാരകർത്താവ് പടച്ച റബ്ബല്ലാതെ, എന്റെ നാഥൻ പടച്ച റബ്ബല്ലാതെ, എന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നവൻ എന്റെ റബ്ബല്ലാതെ മറ്റാരുമില്ല. എന്റെ ഇലാഹ്, എന്റെ നാഥൻ, സംഹാരകർത്താവായ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് സാക്ഷ്യപ്പെടുത്തലാണ്. 2ാമതായി ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈമാൻ കാര്യങ്ങളിൽ 70 ശാഖകളുണ്ടെങ്കിൽ ആ 70 ശാഖകളിലൂടെയും നമ്മുടെ ജീവിതത്തിന്റെ പ്രാവർത്തിക തലങ്ങൾ സഞ്ചരിച്ചുകൊണ്ടല്ലാതെ, ആ 70 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടിട്ടല്ലാതെ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. അതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നത് അള്ളാഹുവിനെ റബ്ബായി സാക്ഷ്യപ്പെടുത്തലാണെങ്കിൽ, അതിൽ ഏറ്റവും അവസാനത്തിൽ നിൽക്കുന്നത്, അവസാനമായി നിൽക്കുന്ന ഭാഗം ഏതെന്നറിയോ? വഅദ്നാഹാ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ് വൽ
ഹയാ ശുഅബത്തുൻ മിനൽ ഈമാൻ. അതിൽ ഏറ്റവും അവസാനം നിൽക്കുന്നത് ഹയാ ആണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈമാൻ കാര്യങ്ങൾ നമ്മൾ 6 പറഞ്ഞു. ഇനി 6 നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. പക്ഷേ ഓരോന്നിനും 70 ശാഖകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശദീകരിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നത് അല്ലാഹുവാണ് നമ്മുടെ റബ്ബ് എന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്തലാണ്. അതിനെ കൊണ്ട് കഴിയുന്നവരാണ്. അങ്ങനെ കഴിയുന്നത് കൊണ്ട് തന്നെയാണ് അല്ലാഹുവിന് വേണ്ടി നാം നിസ്കരിക്കുന്നത്. നമ്മുടെ നോമ്പ്, നമ്മുടെ ഹജ്ജ്, കഷ്ടപ്പെട്ട് ഒരുപാട് വർഷത്തെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ സമ്പത്ത്, ആ ഒരു ഹജ്ജിന് വേണ്ടി, ത്യാഗപൂർണമായ ഹജ്ജിന് വേണ്ടി നാം വർഷങ്ങളോളം കാത്തിരുന്ന അവസാനം ആ ത്യാഗത്തിലൂടെയുള്ള ഹജ്ജ് കർമ്മം, ഇതൊക്കെ പടച്ച റബ്ബിന് വേണ്ടിയാണ്. നാം അധ്വാനിക്കുന്ന നമ്മുടെ സമ്പത്തിൽ നിന്ന് 2.5% നമ്മുടെ സമ്പത്തിന്റെ അഴുക്കായി ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തിയ വർഷത്തിൽ നമ്മുടെ സമ്പത്തിൽ നിന്ന് 2.5% അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. നാം എത്ര കഷ്ടപ്പെട്ടായാലും, നാം എത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടായാലും, വിദേശ രാജ്യങ്ങളിൽ പോയി തന്റെ ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് വർഷങ്ങളോളം ആ ചുട്ടുകൊള്ളുന്ന മണൽ പരപ്പിലൂടെ അധ്വാനിച്ച കാശാണെങ്കിലും ആ 2.5% അവൻ അവകാശപ്പെട്ടതല്ല, നാട്ടിലെ പാവപ്പെട്ടവൻ അവകാശപ്പെട്ടതാണ്. ഇതും നമ്മുടെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നവരാണ്. പക്ഷേ ഈ അഭിനവ കാലഘട്ടത്തിൽ ഈമാൻ പൂർണ്ണമാണോ എന്ന് നാം ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിനോട്, നമ്മുടെ ഹൃദയാന്തരങ്ങളോട് ഒന്ന് ചോദിക്കുന്നത് നമുക്ക് അത്യാവശ്യമാണ്. ഹബീബായ നബി തങ്ങൾ ഈമാനിന്റെ 70 ശാഖകളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അതിൽ ഏറ്റവും അവസാനമായി നിൽക്കുന്നത്, അതിൽ ഏറ്റവും ചെറിയ കാര്യം, അത് ലജ്ജ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കലാണെന്ന് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ലജ്ജ എത്രത്തോളം ഉണ്ട്? ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യാൻ മടിച്ചിരുന്ന പല കാര്യങ്ങളും വല്ലാതെ ആവേശത്തോടു കൂടി ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്ന മിമ്മാ അദ്റകന്നാസു മിൻ കലാമിൻ നുബുവ്വ. ലോകത്ത് കടന്നു വന്ന ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ട്. ആ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ തന്റെ സമുദായത്തിനും തന്റെ സമൂഹത്തിനും നൽകിയത് ഏറ്റവും മനോഹരമായ സന്ദേശങ്ങളാണ്, ഏറ്റവും സുന്ദരമായ ദർശനങ്ങളാണ്, ഏറ്റവും അഭിമാനകരമായ നിമിഷങ്ങളാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇദാലം തസ്തഹി ഫഫൽ മാ ശിഅത. ആ പ്രവാചകന്മാർ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പരമമായ പ്രബോധനവുമായി കടന്നു വന്നപ്പോ തന്റെ സമുദായത്തിനും തന്റെ സമൂഹങ്ങൾക്കും കൊടുത്ത ലക്ഷക്കണക്കിന് ദർശനങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് ആശയങ്ങളുണ്ട്, മനോഹരമായ നിമിഷങ്ങളുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ പ്രവാചകന്മാർ കാണിച്ചു കൊടുത്ത സന്ദേശം എന്നറിയോ? അത് ഹയാ ആണ്, അത് ലജ്ജയാണ് എന്ന് ഹബീബായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലജ്ജയാണ്. ലജ്ജ തന്നെ, ലജ്ജയില്ലാത്തത് കൊണ്ടാണ് പല തെറ്റുകുറ്റങ്ങളിലേക്കും മനുഷ്യൻ കടന്നു പോകുന്നത്. കാരണം പണ്ടുള്ള കാലഘട്ടത്തിൽ ഒരു കറാഹത്ത് ചെയ്യാൻ ആളുകൾക്ക് മടിയായിരുന്നു, വല്ലാത്ത ലജ്ജയായിരുന്നു. നിസ്കാരത്തിന്റെ കാര്യം പറയുകയാണെങ്കിലോ, കാരണം വീട്ടിൽ പണ്ടുള്ള ആളുകളൊക്കെ നിസ്കരിക്കും ജമാഅത്തായി, ഭാര്യയും മക്കളും ഉൾപ്പെടെ തന്റെ ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ ജമാഅത്തായി നിസ്കരിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ തേടി നടക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. നമ്മുടെ പള്ളിയിൽ തന്നെ നമുക്ക് പരിശോധിച്ചാൽ കഴിയും. ഇനി ഹറാമായ സമ്പത്ത്, കാരണം പണ്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഒന്ന് ലോൺ എടുക്കാൻ ആരും അറിയാതെ തലയിൽ മുണ്ടൊക്കെ ഇട്ട് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒന്ന് ബാങ്കിൽ പോയി ലോൺ എടുക്കാൻ, അല്ലെങ്കിൽ പലിശയുമായി ഒന്ന് സഹവസിക്കാനൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? ഒരു മകളുടെ കല്യാണം വരുമ്പോൾ തന്നെ അത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, ഹറാമ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടോ? അത് നമ്മുടെ സംസാരത്തിലാണെങ്കിലും ഒരാളെ നമ്മൾ ഒരു പരിഹാസത്തിന്റെ ചവയോടുകൂടി നോക്കുന്നത് പോലും ഒരു കാലഘട്ടത്തിൽ നാം വല്ലാതെ ലജ്ജാവഹമായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
ഇപ്പോൾ സംസാരിക്കുന്നത് മുഴുവൻ വളരെ അശ്ലീലമായ ചുവകളിലൂടെയുള്ള പരിഹാസത്തിന്റെ വർത്തമാനങ്ങൾ പറയുമ്പോൾ നമ്മിൽ നിന്ന് ലജ്ജ അവസാനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട എൻ്റെ പിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നാം നമ്മുടെ മക്കൾക്കും നമ്മുടെ പെൺമക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഭാര്യമാർക്കൊക്കെ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോടൊപ്പം ഇരിക്കുന്ന സമയത്ത് നബി തങ്ങളുടെ ഭാര്യമാരിൽ നബി തങ്ങൾ ഒരുപാട് ഇഷ്ടം വെച്ച, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ച ബുദ്ധിമതിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിന്റെ ഉള്ളറകളിൽ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുകർറമുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിന്റെ കൽപ്പന പ്രകാരം, റഹ്മാനായ നാഥന്റെ തീരുമാന പ്രകാരം വിശുദ്ധമായ ഖുർആനിന്റെ വഹിയുമായി കടന്നു വരികയാണ്. വഹിയുമായി നബി തങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ പെട്ടെന്ന് തന്നെ വിശുദ്ധമായ ഖുർആനിന്റെ ആയാത്തുകൾ ഹബീബായ നബി തങ്ങൾക്ക് ഓതി കേൾപ്പിക്കാതെ തിരികെ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് തിരികെ പോവുകയാണ്. നബി തങ്ങൾക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി, വല്ലാത്ത വിഷമമുണ്ടായി, വല്ലാത്ത പ്രതിസന്ധിയായി. ഉടനെ തന്നെ 2 കരങ്ങൾ വാനലോകത്തേക്ക് നീട്ടിയിട്ട് പടച്ച റബ്ബിനോട് ചോദിച്ചു, അല്ലയോ രക്ഷിതാവായ നാഥാ, നിന്റെ കൽപ്പന പ്രകാരം നിന്റെ തീരുമാന പ്രകാരം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിന്റെ സന്ദേശവുമായി എന്നിലേക്ക് കടന്നു വന്നല്ലോ. ആ സന്ദേശം എന്നിലേക്ക് കൈമാറാതെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരികെ പോയി. റബ്ബേ, എന്താണ് കാരണം? നിന്റെ അടിമയായ ഈ നബി, ഈ പ്രവാചകൻ ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിലേക്ക് കടന്നുപോയോ? അതിന്റെ കാരണം കൊണ്ട് എനിക്ക് ശിക്ഷയെന്നോണം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരികെ പോയതാണോ എന്ന് അല്ലാഹുവിലേക്ക് ഇരുകരങ്ങൾ നീട്ടിക്കൊണ്ട് പടച്ച റബ്ബിനോട് നബി തങ്ങൾ ചോദിക്കുമ്പോ ഇലാ ഹളറത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ സമക്ഷത്തിലേക്ക് വീണ്ടും ജിബ്രീൽ ഹാജരാവുകയാണ്. നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ നബിയേ, അങ്ങെന്ത് തെറ്റ് ചെയ്യാനാണ് യാ റസൂലല്ലാഹ്? ചിന്തയിൽ പോലും ഒരു തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത പ്രവാചകനല്ലേ അങ്ങ്? അങ്ങ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ആ തെറ്റെങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ നബിയെ അങ്ങയെ ശിക്ഷിക്കാൻ ഈ പാവപ്പെട്ടവനായ ജിബ്രീൽ ആരാണ് നബിയെ? ഞാൻ തിരികെ പോയത് മറ്റൊന്നുമല്ല, ഞാൻ അങ്ങയിലേക്ക് വിശുദ്ധമായ ഖുർആനിന്റെ സന്ദേശവുമായി കടന്നു വരുമ്പോ അങ്ങയുടെ സമീപത്ത് അങ്ങയുടെ പ്രിയതമയായ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഞാൻ വഹിയുമായി കടന്നു വരുമ്പോ ആ ആയിഷ ബീവിയുടെ തലമുടിയിൽ നിന്ന് ഒരു രോമം താഴേക്ക് കിടക്കുന്നതായി ഞാൻ കണ്ടു. ആ സമയത്ത് എനിക്ക് അങ്ങയിലേക്ക് കടന്നു വരാൻ വല്ലാത്ത ലജ്ജ തോന്നി നബിയേ. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആനിന്റെ സന്ദേശവുമായി ഞാൻ കടന്നു വന്നിട്ട് അത് അങ്ങേക്ക് തിരികെ നൽകാതെ പോയതെന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങളോട് പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരോട്, എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ പെൺമക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രമേതാ? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രമേതാ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ നമുക്കറിയുമല്ലോ. ഫാത്തിമത്തു ഖിതഅതു മിൻ ഖബലി, എൻ്റെ കരളിന്റെ കഷ്ണമാണ് എൻ്റെ ഫാത്തിമ. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ട പ്രിയതമനായ ഭർത്താവിനെ തന്റെ സമക്ഷത്തിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, അല്ലയോ അലിയാര് തങ്ങളെ, അല്ലയോ പ്രിയപ്പെട്ട അലിയെ, ഞാൻ ഇതാ മരണപ്പെടാൻ പോവുകയാണ്. ഞാൻ മരണപ്പെടുമ്പോ പ്രിയപ്പെട്ട അലിയെ അങ്ങ് സങ്കടപ്പെടരുത്, അങ്ങ് നൊമ്പരപ്പെടരുത് അലിയെ. എനിക്ക് അവസാനമായി എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയെ അങ്ങയോടൊരു വസിയ്യത്തുണ്ട്. അവസാനത്തെ ഒരു വാക്ക് എനിക്ക് അങ്ങയോട് പറയാനുണ്ട്. സങ്കടക്കടലുമായി സങ്കടത്തോടെയുള്ള അലിയാര് തങ്ങളുടെ ആ പൂമുഖം ബഹുമാനപ്പെട്ട മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിലേക്ക് തിരിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ലയോ ഫാത്തിമ, ഈ അവസാന സമയത്ത് എന്ത് ആഗ്രഹമാണ് പ്രിയപ്പെട്ട ഫാത്തിമ നിനക്ക് ഞാൻ നൽകേണ്ടത്? എന്ത് ആഗ്രഹമാണ് ഞാൻ അവസാനമായി നടത്തി നൽകേണ്ടതെന്ന് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പ്രിയപ്പെട്ട ഭർത്താവായ അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ
ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളോട് പറയുകയാണ്, അല്ലയോ അലിയാർ തങ്ങളെ, ഞാൻ മരണപ്പെടുമ്പോ, എന്റെ മരണാനന്തര പ്രക്രിയകൾ ചെയ്യുമ്പോ, അവസാനം എന്റെ ശരീരം എന്റെ മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ് എന്റെ ശരീരം 3 തുണികൾ കൊണ്ട് കഫം ചെയ്യുമല്ലോ. അങ്ങനെ കഫം ചെയ്യുമ്പോ എന്റെ ശരീരത്തിന്റെ ആകൃതി മറ്റുള്ള ആളുകളുടെ മുന്നിലേക്ക് പ്രദർശനമാവുമല്ലോ. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല അലിയേ. പ്രിയപ്പെട്ട ബാപ്പുമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, മരണത്തിന് ശേഷം പൂർണ്ണമായി ഔറത്ത് മറയ്ക്കുകയാണ്, 3 തുണികൾ കൊണ്ട് കഫൻ ചെയ്യുകയാണ്. പല മരണ വീടുകളും നാം സന്ദർശിക്കുന്നവരല്ലേ, പല ജനാസകളും നാം സന്ദർശിക്കുന്നവരല്ലേ. 3 തുണികൾ കൊണ്ട് ശരീരമാസകലം മൂടുമ്പോ ശരീരത്തിന്റെ ഒരു രോമം പോലും പുറത്ത് കാണാത്ത നിലയിലാണ് കഫൻ ചെയ്യുന്നത്. പക്ഷെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളോട് പറയുകയാണ്, അല്ലയോ അലിയാർ തങ്ങളെ, എന്നെ കഫം ചെയ്ത് കഴിയുമ്പോ ശരീരമാസകലം 3 തുണികൾ കൊണ്ട് ചുറ്റപ്പെടുമ്പോ എന്റെ ശരീരത്തിന്റെ ആകൃതി വെടുവാകുമല്ലോ അലിയാർ തങ്ങളെ. അതൊരിക്കലും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല അലിയേ. എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നുന്നു അലിയേ. ഉടനെ തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആഗ്രഹപ്രകാരം അലിയാർ തങ്ങൾ ബിലാൽ ഇബ്നു മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ സമക്ഷത്തിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അലിയാർ തങ്ങൾ ബിലാൽ തങ്ങളോട് പറയുകയാണ്, അല്ലയോ ബിലാലേ, എന്റെ ഭാര്യ മരണപ്പെടുമ്പോ എന്റെ ഭാര്യയെ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് കഫൻ തുണി മാത്രം പോരാ. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب هب لي حكما وألحقني بالصالحين. وما توفيقي إلا بالله. وما توفيقي إلا بالله. وما توفيقي إلا بالله. عليه توكلت وإليه أنيب.